കാക്കയാണല്ലോ ഇപ്പോൾ താരം. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പ്രവർത്തകനും ജന്തുശാസ്ത്രജ്ഞനുമായ വിജയകുമാർ ബ്ലാത്തൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ച ഒരു പോസ്റ്റിൽ നിന്നും ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. കാക്കയെ ഇഷ്ടമില്ലാത്തവരാണ് മിക്കവരും. എന്നാൽ എന്തിനാണ് ഈ പക്ഷിയോട് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമൊന്നും ഇല്ലതാനും. കറുത്ത നിറമായിപ്പോയി എന്ന ഒറ്റ കാര്യത്തിലാണ് ഈ അവഗണന അത്രയും. ദിവസവും കുളിച്ച് ഭംഗിയായി ശരീരം മിനുക്കി തടവി സൂക്ഷിക്കുന്ന പ്രകൃതമാണ് ഇവരുടേത്. കൂടാതെ നല്ല ബുദ്ധിയും. നമ്മുടെ നാട്ടുകാക്കയുടെ ശാസ്ത്രനാമം കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ്. ഇതിലെ സ്പ്ലെൻഡൻസ് എന്ന നാമത്തിന് ലാറ്റിനിൽ അർത്ഥം അതിബുദ്ധി എന്നാണ്. കോർവസ് ജനസിൽപ്പെട്ട റാവൻ എന്ന ഇനം കാക്കയും കാലിഡോണിയൻ കാക്കയും ഒക്കെ ബുദ്ധിയുടെ കാര്യത്തിൽ ജഗജില്ലികളാണ്. അതിനെപ്പറ്റി പറയും മുമ്പ് ഇവരെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറയുന്ന മറ്റു കാരണങ്ങളെക്കുറിച്ച് കൂടെ നോക്കാം. കാക്കയെ പൊതുശല്യക്കാരായി തന്നെയാണ് പല നാട്ടുകാരും കണക്കാക്കിയിരുന്നത്. മുറ്റത്ത് വല്ലതും ഉണക്കാനിട്ടാൽ ഒറ്റയ്ക്ക് കൊത്തി തിന്നുന്നതും പോരാതെ ഇവിടെ സദ്യയുണ്ടേ ഓടിവായോ എന്ന് ഉറക്കെ കരഞ്ഞ് കൂട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തും. കൊപ്രാക്കളത്തിലും നെല്ലുണക്കാനിട്ട മുറ്റത്തുമൊക്കെ ഇവരാണ് പണ്ടേ പേടി സ്വപ്നം. കാക്കച്ചിറകും തെറ്റാലിയും വറ്റൽമുളകും വെള്ളത്തുണിയും ഒക്കെ കെട്ടിയിട്ട് പേടിപ്പിക്കാൻ നോക്കിയാലൊന്നും ഇവർ പേടിക്കണമെന്നില്ല. കൃഷിയിടങ്ങളിൽ കാക്കയെ പേടിപ്പിച്ചോടിക്കാൻ കാക്കക്കോലങ്ങൾ കുത്തിവയ്ക്കുന്ന രീതി പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എന്തും തിന്നുന്ന ശീലക്കാരാണ് ഇവർ. ജീവനുള്ളതെന്നോ ചത്തതെന്നോ അഴുകിയതെന്നോ പഴുത്തതെന്നോ ഉണങ്ങിയതെന്നോ ഒന്നും വ്യത്യാസമില്ല. പ്രാണികളും കീടങ്ങളും ചെറു ഉരകങ്ങളും തുടങ്ങി എലി, തവള, ഒച്ച്, മണ്ണിര, മറ്റു പക്ഷികളുടെ മുട്ടകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ ഒക്കെ ശാപ്പിടുന്ന ഇവർ സ്വന്തം ശരീരഭാരത്തിൻ്റെ അത്ര തന്നെ ഭാരം ഭക്ഷണവും ദിവസവും അകത്താക്കും. നഗരങ്ങളിലെയൊക്കെ ജൈവമാലിന്യങ്ങൾ തിന്നു തീർത്ത് വൃത്തിയാക്കുന്നതിൽ കാക്കക്കൂട്ടങ്ങളുടെ പങ്ക് നിസ്സാരമല്ല. ഇന്ത്യൻ നഗരങ്ങളിലെ 19% ഗ്രാമപ്രദേശങ്ങളിലെ 15% ഉൾപ്പെടെ 34 ദശലക്ഷം കാക്കകൾ ഇന്ത്യയിലുണ്ട് എന്നാണ് 2010 ഏകദേശ കണക്ക്. അവ തിന്നു തീർക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് വളരെയേറെയാണ്. ഇതുപ്രകാരം പ്രതിവർഷം എത്രയോ കോടി രൂപയുടെ മൂല്യമുള്ള മാലിന്യ സംസ്കരണം ഇവർ ചെയ്യുന്നുണ്ട്. കോർവസ് ജനസിൽപ്പെട്ട ഈ പക്ഷികുടുംബം മധ്യേഷ്യയിൽ പരിണമിച്ച് ഉണ്ടായി മനുഷ്യരുടെ കൂട്ടങ്ങൾക്ക് സമീപം ജീവിച്ചു തുടങ്ങിയവരാണ്. പിന്നീട് മനുഷ്യരുടെ കപ്പൽ യാത്രകളിൽ ഒപ്പം കൂടി ലോകം മുഴുവൻ പരന്നു. ഏതും തിന്ന് അതിജീവിക്കാനുള്ള കഴിവും സാമർഥ്യവും ശത്രുക്കളുടെ കുറവും കണ്ട് കാക്ക എത്തിയ സ്ഥലത്തൊക്കെ സാമ്രാജ്യം സ്ഥാപിച്ചു. ശരീരവലിപ്പവുമായി തട്ടിക്കുമ്പോൾ ഏറെ വലിയ തലച്ചോറാണ് ഇവർക്കുള്ളത്. ബുദ്ധിശക്തിയിൽ ആൾക്കുരങ്ങുകളോട് മത്സരിക്കും. മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവി ഒരുപക്ഷെ ഇവരാകും. പേനക്കാക്ക, കാവതിക്കാക്ക എന്നൊക്കെ വിളിപ്പേരുള്ള കഴുത്തും നെഞ്ചും ചാരനിറത്തിലുള്ള വീട്ടുകാക്കകളാണ് നമ്മുടെ നാട്ടിലെ പ്രധാന കാക്കയിനം. അവയേക്കാൾ അല്പം വലുപ്പക്കൂടുതലുള്ള മൊത്തം കടും കറുപ്പ് നിറമുള്ള ബലിക്കാക്ക ആണ് രണ്ടാമത്തെ ഇനം. ഇരുവരും സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്. 10 ചതുരശ്ര കിലോമീറ്ററോളം വിസ്താരത്തിൽ ഇരതേടി സഞ്ചരിക്കുന്ന കാക്കക്കൂട്ടങ്ങളിൽ 200 മുതൽ 1000 വരെ അംഗങ്ങളുണ്ടാകും. പല പക്ഷികളെയും പോലെ ഇവരും കൂട് കെട്ടുന്നത് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും വേണ്ടി മാത്രമാണ്. പെൺകാക്കകൾ 3 വർഷം കൊണ്ടും ആൺകാക്കകൾ 5 വർഷം കൊണ്ടും പ്രായപൂർത്തിയാകും. 20 വർഷം വരെയാണ് കാക്കയുടെ ആയുസ്. പല സംസ്കാരങ്ങളിലും കാക്ക പരേതാത്മാക്കളുമായി ബന്ധപ്പെട്ട ജീവിയാണ്. നമ്മുടെ നാട്ടിലും ബലിക്കാക്കകൾ മരിച്ചുപോയ കാരണവന്മാരുടെയും പിതൃക്കളുടെയും ആത്മാവാണെന്ന് വിശ്വസിച്ച് അവർക്ക് ചോറ് നൽകുന്ന ചടങ്ങ് ഇപ്പോഴും വാവുബലി എന്ന പേരിലുണ്ട്. മരണത്തിൻ്റെയും അപശകുനത്തിൻ്റെയും ആത്മാവിൻ്റെയും ചിഹ്നമായി കഥകളിലും സിനിമകളിലും കാക്കകൾ വന്നുകൊണ്ടിരിക്കും. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ തുടങ്ങി പല പഴഞ്ചൊല്ലുകളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. വംശീയതയും അറപ്പുമൊക്കെയാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അടിസ്ഥാനം. അതുപോലെ പല വിശ്വാസങ്ങളും. ഒറ്റ കാക്ക കുളിക്കുന്നത് കണ്ടാൽ അപകടമെന്നും വാഴക്കൈയിൽ വന്നിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരുമെന്നുമൊക്കെയുള്ള നാട്ടുവിശ്വാസങ്ങൾ ഇപ്പോൾ പക്ഷേ ആരും കാര്യമാക്കുന്നില്ലെന്ന് മാത്രം. കാക്കയുടെ ചെരിഞ്ഞുനോട്ടം വളരെ പ്രശസ്തമാണ്. കാക്കയ്ക്ക് ഒരു കണ്ണ് കണ്ടുകൂടാ. അതുകൊണ്ടാണ് അവ അങ്ങനെ നോക്കുന്നത് എന്നാണ് വിശ്വാസം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ സീതാദേവിയുടെ മടിയിൽ തലവെച്ചുറങ്ങുമ്പോൾ ഇന്ദ്രപുത്രനായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന് സീതയെ കൊത്തി മുറിവേൽപ്പിച്ചു അത്രേ. ഉറക്കം കഴിഞ്ഞുണർന്ന ശ്രീരാമൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന സീതയെ കണ്ടു കാര്യം മനസ്സിലാക്കി. തൊട്ടടുത്തുള്ള പുല്ലു പറിച്ച് കാക്കയുടെ നേരെ എറിഞ്ഞപ്പോൾ കണ്ണിൽ തറച്ച് ഒരു ഭാഗത്തെ കാഴ്ച പോയെന്നാണ് കഥ. വല്ലഭന് പുല്ലുമായുധം എന്ന ഭാഷാപ്രയോഗം നിലവിൽ വന്നത് ഈ കഥയിൽ നിന്നാണ്. വളരെ സൂക്ഷ്മമായും ശ്രദ്ധയോടെയും പരിസരം നിരീക്ഷിക്കുന്ന ശീലക്കാരാണ് കാക്കകൾ. കാഴ്ചകളെയും വ്യക്തികളെയും ഓർത്തു വെക്കുന്നതിൽ കാക്കകൾ അസാമാന്യ കഴിവുള്ളവരാണ്. 250 വ്യത്യസ്ത തരം കരച്ചിൽ ശബ്ദങ്ങളിലൂടെ ആശയ കൈമാറ്റം ഇവ വളരെ സ്പഷ്ടമായി നടത്തുന്നുണ്ട്. കൂട്ടത്തിലെ മറ്റംഗങ്ങളോട് ഉയർന്ന ഒച്ചയിലും കുടുംബാംഗങ്ങളോട് താഴ്ന്ന ശബ്ദത്തിലും ഇവ കാക്കാ ശബ്ദത്തിൻ്റെ വ്യത്യസ്ത സാധ്യതകൾ ഉപയോഗിക്കും. അതിൻ്റെ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തിയ ആളുകളെ എത്ര വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും മുഖം കണ്ട് തിരിച്ചറിയാനും ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും.